ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓയിലി സ്കാൽപ്പ് ഉള്ളവരുടെയും ഡ്രൈ ഹെയർ ഉള്ളവരെയും പറ്റിയിട്ടാണ്. പക്ഷെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് ഓയിലി സ്കാൽപ്പ് ആണ് എന്റേത്, പക്ഷെ എന്റെ ഹെയർ ഡ്രൈ ആവും. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇൻക്ലൂഡിങ് നീ ആണെങ്കിലും ഞാൻ അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഹെയർ കെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാത്ത സമയത്ത് എനിക്കും അത് ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന്റെ കൂടെ ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്ന് പറഞ്ഞുതരാം. അതിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ അതിനെയൊക്കെ ഏറ്റവും മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹെയർ ടൈപ്പ് എന്താന്നുള്ളതാണ്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോങ് പ്രൊഡക്ട്സ് കാരണം നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. രണ്ട്, നമ്മൾ റോങ് ആയിട്ട് കറക്റ്റ് പ്രൊഡക്റ്റ് റോങ് വേയിൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ നോർമൽ ആയിട്ട് ഹെയർ വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഹെയർ ഓയിലി ആവുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഒരു ഓയിലി ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്കലി എന്റെ ഹെയർ കുറച്ച് ഓയിലി ടൈപ്പാണ്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയില്ല, കോമ്പിനേഷൻ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഓയിലി ഹെയർ ഉണ്ടാവും. നമ്മൾ കഴുകി ഒരു ദിവസം അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹെയർ സ്കാൽപ്പിന്റെ ഓയിൽനെസ് ഫീൽ ആവും. അതല്ല നിങ്ങളുടെ ഒരു ഭയങ്കര ഡ്രൈനെസ് ഉള്ള ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെയർ നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. നോർമലി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് 3 ദിവസം കഴിയുമ്പോഴേക്കും ഓയിൽനെസ് കാണും. എന്റെ പറയുകയാണെങ്കിൽ എന്റെ ക്ലൈമറ്റ് അനുസരിച്ച് എന്റെ സ്കാൽപ്പ് ചേഞ്ച് ആവും. എന്റെ ഫേസ് പോലെയാണ്. ഇപ്പൊ എന്റെ സമ്മർ സീസൺ ആണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, ചില ആൾക്കാർക്ക് മറ്റേതുപോലെ ആയിരിക്കും. സമ്മർ സീസൺ ആണെങ്കിൽ എന്റെ എനിക്ക് ഡെയിലി ചിലപ്പോൾ വാഷ് ചെയ്യേണ്ടി വരും. കാരണം ചില ദിവസങ്ങൾ എനിക്ക് രാവിലെ ഇപ്പൊ ഞാൻ വൈകിട്ട് ഞാൻ നൈറ്റാണ് കുളിക്കുന്നത്, ഞാൻ നൈറ്റ് ഹെയർ വാഷ് ചെയ്യുന്നതാണ്. അപ്പൊ നൈറ്റ് ഹെയർ വാഷ് ചെയ്താൽ നെക്സ്റ്റ് ഡേ ആ ടൈം ആകുമ്പോൾ എന്റെ ഹെയർ നല്ല ഓയിലി ആയിട്ട് ഫീൽ ആവും. വിയർപ്പ്, പിന്നെ പുറത്ത് പോയതിനായിരിക്കും, അതെല്ലാം ഈ കഴുകിയേ പറ്റുള്ളൂ എന്നൊരു റീസണാണ്. അതല്ല, ഞാൻ അല്ലാത്തൊരു നോർമൽ ക്ലൈമറ്റിൽ ഇരിക്കുന്ന ടൈം ആണെങ്കിൽ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴുകിയാലും മതി. അപ്പൊ ഡിപ്പെൻസ് ആണ് നമ്മുടെ ഹെയറിന്റെ ആ ഒരു ടൈപ്പ് ചേഞ്ച് ആവുന്നത്, ഹെയർ സ്കാൽപ്പ് ടൈപ്പ് ചേഞ്ച് ആവുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് മനസ്സിലാക്കും എന്റെ ഹെയർ ഏത് ടൈപ്പാണ്. അപ്പൊ എനിക്ക് കൂടുതലും വേണ്ടി വരിക ഓയിലി ഹെയർ ടൈപ്പ് റൊട്ടീൻ ആയിരിക്കും, ഡ്രൈ ടൈപ്പ് അല്ല. അപ്പൊ അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇനി നമ്മുടെ സ്കാൽപ്പ് ഇപ്പൊ ഓയിലി ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹെയർ വാഷ് ചെയ്യാന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ ഹെയർ പ്രോപ്പർ ഇപ്പൊ എനിക്ക് നന്നായിട്ട് മുടി കഴുകാനൊക്കെ അറിയാം, നീ പറഞ്ഞു തരണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ കഴുകുന്നത് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് ആയിരിക്കത്തില്ല. കാരണം നമ്മൾ ചിലപ്പോൾ മുകളിൽ കൂടെ ഒന്ന് കഴുകി കളയുന്ന കാരണം നമ്മുടെ ഓയിൽനെസ് നമ്മുടെ സ്കാൽപ്പിന് പോകത്തില്ല. രണ്ട്, നമ്മുടെ ഹെയർ ഡ്രൈ ആവുന്നത് എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നമ്മളിപ്പോ കാണുമ്പോൾ അതിനകത്ത് ഹോൾസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരുപാട് ഗ്യാപ്സ് ഉണ്ട്. അതിൽ കൂടുതൽ വെള്ളം പോകും. നമ്മുടെ ബക്കറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബക്കറ്റ് ഹോൾ ഇല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചിരിക്കുമല്ലോ. പക്ഷെ നമ്മുടെ ബക്കറ്റിൽ ഒരുപാട് ഹോൾസ് ഉണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ വെള്ളം പോലെ എക്സാക്ട്ലി സെയിം നമ്മുടെ ഹെയറിൽ കൂടെയും വെള്ളം പോകും. ആ വെള്ളം പോകുന്ന കാരണമാണ് നമ്മുടെ ആ ഹെയറിന്റെ സ്ട്രാൻഡ്സ് ഡ്രൈ ആയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ടാക്കിൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽനെസ്സും ഡേർട്ടും ഗ്രീസ്നെസ്സും മാറ്റാം, പിന്നെ നമ്മുടെ ഹെയറിന്റെ ലെങ്തിന് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് വെക്കാൻ പറ്റും. കണ്ടീഷണർ കൊണ്ട് മാത്രം ചില സമയങ്ങളിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം, ഈ റിയലിസ്റ്റിക് ആയിട്ടിരിക്കണം. നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഈ സിനിമയിൽ കാണുന്ന പോലെ, ഇൻഫാക്ട് ഇൻഫ്ലുവൻസേഴ്സ് ചില സമയങ്ങളിൽ നിങ്ങളെ കാണിക്കുന്ന പോലെ ആയിരിക്കത്തില്ല റിയൽ ആയിട്ട് ഹെയർ. കാരണം അത്രയും ഷൈനെസ് ഒന്നും നമ്മുടെ ഹെയറിന് ചിലപ്പോൾ കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മുടെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിന് നമ്മൾ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല, ഷൈനിങ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല, ഷൈനിങ് ആ ഒരു വാക്സ് അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ കാണുന്ന പല നടിമാരുടെ ഹെയർ ആയിരിക്കത്തില്ല, എക്സ്റ്റൻഷൻ ഉൾപ്പെടെ വെച്ചിട്ടായിരിക്കും അവർക്ക് ആ ഒരു ഗ്ലേസ്നെസ്സും ആ ഒരു ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഹെയർ കെയറിലോട്ടും നമ്മുടെ ഹെയറിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും വേണ്ടത്. ഇനി നമ്മൾ ഓയിലി സ്കാൽപ്പ് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഹെയർ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്കാൽപ്പ് ഷാമ്പൂ ചെയ്യും, പിന്നെ നമ്മൾ കണ്ടീഷണർ ചെയ്യും, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞു പോകാം. ഫസ്റ്റ് എന്ന് വെച്ചാല് ഷാമ്പൂ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ നോർമലി ഷാമ്പൂ ചെയ്യുന്നത് മിക്കവാറും തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയും, നീ ഞങ്ങൾ മുടി കഴുകാനൊന്നും പഠിപ്പിക്കണ്ടെന്ന് പറയണ്ട. സംഭവം എന്ന് വെച്ചാൽ ഞാനൊക്കെ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം വെച്ചാൽ നമ്മൾ വെറുതെ ഷാമ്പു കയ്യിലെടുക്കും, പതപ്പിക്കും, തലയിൽ തേക്കും, ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ചിട്ടും കളയും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഷാമ്പു എടുത്ത് തലയിൽ തേക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് തലയിൽ തേക്കും.
ഇത് മൂന്നായിരിക്കും ചെയ്യുന്നത്. ഇതിനകത്ത് മൂന്നാമത്തെ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യുന്നത് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റല്ല, പക്ഷെ നമുക്ക് അതിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, ഷാംപൂ എന്ന് പറയുന്ന ഒരു സർഫാക്റ്റന്റ് ആണ്. സർഫാക്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മൾ അഴുക്കിനെ കഴുകി കളയുന്ന സാധനങ്ങളെയാണ് നമ്മൾ സർഫാക്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ദണ്ട് പോലെയാണ്, മാന്ത്രിക ദണ്ട് പോലെയാണ്. ഇതിന്റെ മുകളിൽ ഒരു ഉണ്ട സാധനം ഉണ്ടാവും, ഇതിന്റെ ഒരു വടി ഷേപ്പ് സാധനം ഉണ്ടാവും. ഈ ഉണ്ട സാധനം വെള്ളത്തിന് ഇഷ്ടപ്പെടുന്ന ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സാധനവും താഴെയുള്ളത് ലിപ്പോഫിലിക് ആണ്, അതായത് നമ്മുടെ ഓയിലിന് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഷാമ്പു കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓയിലി ഉള്ള ആ വടി കണക്കിരിക്കുന്ന സാധനം നമ്മുടെ സ്കാൽപ്പിൽ എത്തിയാൽ മാത്രമേ കറക്റ്റ് നമുക്ക് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് വെറുതെ പതച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയും ഒരു ലാദറിങ്ങോ അല്ലെങ്കിൽ അത്രയും ഒരു മസാജിങ്ങോ സ്കാൽപ്പിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ഗ്രീസിനെസ്സും ഓയിൽനെസ്സും പോകത്തില്ല. കാരണം ഷാമ്പൂവിന് ഒരേ ഒരു ഉപയോഗമേ ഉള്ളൂ, സ്കാൽപ്പ് ക്ലീൻ ചെയ്യുക. ഹെയർ ഫോളിനായിട്ട് ഹെയർ ഗ്രോത്തുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ ഷാംപൂസിനില്ല. അത് ഫസ്റ്റ് ഫാക്ടർ. പിന്നെ ചിലപ്പോൾ ഷാമ്പൂയിൽ എന്തെങ്കിലും അഡീഷണൽ ഫാക്ടേഴ്സ് ചേർക്കും, അതിന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന നമ്മൾ ഓവറായിട്ട് ഡ്രൈ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നറിഷിംഗ് ഫാക്ടേഴ്സ് ചേർക്കും എന്നല്ലാണ്ട് ഒരു ഷാമ്പു യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയർ ഫോൾ നിർത്താനും പറ്റത്തില്ല, ഹെയർ വളർത്താനും പറ്റത്തില്ല. ഹെയർ ഫോൾ നിർത്താം, ഡാൻഡ്രഫ് ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണെങ്കിൽ ഡാൻഡ്രഫ് പോകുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾ നിൽക്കില്ല, അത്രയും. അതല്ലാണ്ട് എന്തെങ്കിലും ഇൻബോൺ ആയിട്ട് പ്രശ്നങ്ങളുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാരണം ഉണ്ടായ ഹെയർ ഫോളോ അല്ലെങ്കിൽ ഹെയർ ലോസോ നമുക്ക് ഒരിക്കലും ഷാമ്പു യൂസ് ചെയ്ത് തടയാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ നമ്മൾ ഹെയർ ഷാമ്പു ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ടെക്നിക്ക് ഞാൻ ഒരു 6 മാസം മുന്നേ ഞാൻ പഠിച്ചൊരു ടെക്നിക്കാണ്. ആക്ച്വലി നല്ല ടെക്നിക്കാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഹെയർ ഷാമ്പൂവിൽ ഏറ്റവും നല്ല ടെക്നിക്കാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമേ ഒരുപാട് ഷാമ്പു എടുക്കുക, കുറച്ച് ഷാമ്പു എടുക്കുക, എന്നിട്ട് നല്ല വെറ്റായിട്ടിരിക്കുന്ന ഹെയറിൽ സ്കാൽപ്പില് ആ ഷാമ്പു ആദ്യമേ നമ്മൾ മുടി നന്നായിട്ട് ബേക്കിലെ മുടി നന്നായിട്ട് മാറ്റിയിട്ട് അവിടെ മാത്രം കുറച്ച് ഷാമ്പു ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബേക്ക് ഏരിയ ഒക്കെ നന്നായിട്ട് കവർ ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഹെഡിന്റെ ബേക്ക് ഏരിയ. നമ്മൾ ഇത്ര ഭാഗം മാത്രം കഴുകിക്കളയും, ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഫസ്റ്റ് നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് ഷാമ്പു, പിന്നെ ഇരിക്കുന്ന ഷാമ്പു പിന്നെ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ നെറ്റ് എന്താ പറയുക ഈ തലയുടെ ഈ ഉച്ചി ഭാഗം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യും. അതിനുശേഷം കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് തന്നെ എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ 2 ഭാഗത്തും കൂടെ തേക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കഴുകിക്കളയുമ്പം ഫസ്റ്റ് വാഷ് അവിടെ കഴിഞ്ഞു. അപ്പൊ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് എണ്ണ പോയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ ആദ്യം എടുത്തതിനേക്കാളും പകുതിയോ അതിനേക്കാളും കാലോ എടുത്തിട്ട് പകുതിയോ കാലോ മാത്രം ക്വാണ്ടിറ്റി എടുത്ത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഒരു പ്രാവശ്യം ഫസ്റ്റ് കണ്ട പത, അതായത് ലാദർ ആയിരിക്കത്തില്ല സെക്കൻഡ് ടൈമിൽ നല്ല ലാദറിങ് കാണും. നമുക്ക് നല്ല പത നമ്മുടെ തലയിൽ നിന്ന് വരുമ്പോൾ മാത്രമേ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയി എന്ന് അർത്ഥമുള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ നന്നായിട്ട് പതപ്പിച്ചിട്ട് തലയിലോട്ട് തേക്കരുത്. കാരണം പതപ്പിക്കുന്നത് തലയില വെച്ചിട്ട് വേണം, എന്നാലേ നമുക്ക് ആ ഒരു സ്കാൽപ്പ് ക്ലീൻ ആയി കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവും. ക്ലീൻ സ്കാൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. 1. 2 വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് നല്ല എക്സ്ട്രീംലി ഓയിലി ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാംപൂസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഓയിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അബ്സോർബ് ആവും, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ കീറ്റോകോണസോൾ ബേസ് ചെയ്ത ഷാമ്പു അല്ലെങ്കിൽ സിങ്ക് പൈറത്തോൺ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഉപകാരപ്രദം. പിന്നെ ഷാമ്പു ഇട്ടിട്ട് അപ്പൊ തന്നെ കഴുകിക്കളയത്, ഞാൻ പറഞ്ഞ 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്ട് കിട്ടും. പിന്നെ ഒരിക്കലും ഷാമ്പു മുടിയുടെ ലെങ്തിലോട്ട് ഡയറക്റ്റ് ഇടരുത്. നമ്മൾ ഇവിടേക്ക് പതപ്പിച്ച സാധനമില്ല, അത് കഴുകി കളയുമ്പോൾ നമ്മുടെ ഹെയർ ലെങ്തിൽ കൂടെ പോരും, അത് മതി. ഡയറക്റ്റ് ഹെയറിലോട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി എക്സ്ട്രീംലി ഡ്രൈ ആവും. ഞാൻ പറഞ്ഞില്ലേ, അത് സർഫാക്റ്റന്റ് ആണ്. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനുള്ള സർഫാക്റ്റന്റ് മാത്രമാണ് ഷാമ്പു. അപ്പൊ അത് നമ്മുടെ ലെങ്തിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത് വീണ്ടും ഡ്രൈ ആവും. ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഷാമ്പൂ ചെയ്തു, എന്നിട്ട് നന്നായിട്ട് ഒരു തിരിപ്പൂലം പോലും റെസിഡ്യൂസ് ഇല്ലാണ്ട് നല്ല രീതിയിൽ ആ പത ഫുള്ള് കഴുകിക്കളയണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ടീഷനിങ് ആണ്. കണ്ടീഷനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ഹെയർ നന്നായിട്ട് ആ ഇരിക്കുന്ന വെള്ളം സ്ക്വീസ് ചെയ്ത് കളയാം. ഞാൻ സ്ക്വീസ് ചെയ്യുന്നത് കൈ കൊണ്ടായിരിക്കും ഞാൻ സ്ക്വീസ് ചെയ്ത് എന്റെ പഴയ കോട്ടൺ ടീഷർട്ട് എടുത്തിട്ട് അത് മുടി കവർ ചെയ്തിട്ട് ഞാൻ സ്ക്വീസ് ചെയ്യും. അപ്പൊ സ്ക്വീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വെള്ളം പോകും. എന്നിട്ട് പക്ഷെ ചെറിയൊരു നനവ് കാണില്ല, ആ നനവിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. അത് കണ്ടീഷണർ എടുത്ത് ഡയറക്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അപ്ലൈ ചെയ്യരുത്. അതിന് പകരം നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് മുടി ഫുള്ള് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇടുക, അന്യൻ ടൈപ്സ് അങ്ങനെ ഇടുക. അതിനുശേഷം കുറച്ച് സ്ട്രാൻഡ് ആയിട്ട് മുടിയായിട്ടുള്ള കുറച്ച് ബണ്ടിലായിട്ട് ഹെയർ ഡിവൈഡ് ചെയ്യാം. 3-4 ബണ്ടിലായിട്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങളുടെ ഹെയറിന്റെ തിക്നെസ് അനുസരിച്ച്. എന്നിട്ട് ഓരോ തിക്നെസ്സിലും
കുറച്ച് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലോട്ട് കണ്ടീഷണർ പോവരുത്, മുടി വീണ്ടും ഫ്ലാറ്റ് ആയി പോകും. നമുക്ക് ആ ഒരു നമ്മുടെ റൂട്ടിൽ നമുക്കൊരു പൊക്കം വേണ്ടേ, അത് കിട്ടത്തില്ല. അത് മാക്സിമം സ്കാൽപ്പിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് ചെയ്യണമെന്ന് പറയും. ഇങ്ങനെ ഹനിയൻ ടൈപ്സ് ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലെങ്തിലേക്ക് കിട്ടുള്ളൂ. നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ലെങ്തിൽ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഒന്നുകിൽ കണ്ടീഷണർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക. എന്തായാലും ഓരോ പ്രാവശ്യം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും കണ്ടീഷണറോ അല്ലെങ്കിൽ മാസ്കോ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഓരോ ഹെയർ വാഷിലും കണ്ടീഷണർ യൂസ് ചെയ്യും. പിന്നെ വീക്കിലി വൺസോ അങ്ങാനുവാണെങ്കിൽ ഞാനൊരു ഹെയർ മാസ്കും യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കണ്ടീഷണർ ഇട്ട് 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് അത് നമ്മൾ നല്ല രീതിയിൽ ഒരു കോട്ടൺ ടീഷർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ ഫൈബർ ടവലോ വെച്ചിട്ട് കെട്ടിവെക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കെട്ടിവെച്ചപ്പോൾ കണ്ടീഷനിങ് കഴിഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക് എന്റെ സ്കിൻ ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോഡി വാഷ് ചെയ്യുന്നത്. കാരണം ഈ ഷാംപൂ ഈ കണ്ടീഷണറിന്റെ ഒക്കെ റെസിഡ്യൂ നമ്മുടെ മുതുകത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാക്ക് ആക്ടിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടാണ് ബോഡി വാഷ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ബോഡി വാഷ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എന്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഹെയർ ഒന്ന് ഡ്രൈ ആവും. എന്നിട്ട് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ സിറംസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലീവ് ഓൺ കണ്ടീഷണർ യൂസ് ചെയ്യും. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന ലോറിയലിന്റെ ഒരു ഹെയർ സിറം ആണ്, അല്ലെങ്കിൽ ലോറിയൽ പാരിസിന്റെ തന്നെ ഹൈൽഡ്രോണിക് ആസിഡ് റേഞ്ചിൽ വരുന്ന ഹെയർ മാസ്ക്. അത് നല്ല ഡ്രൈ ഹെയറിലാട്ടോ അപ്ലൈ ചെയ്യുന്നത്. വർഷങ്ങളായിട്ടുള്ള എന്റെ സ്ഥിരം സാധനം ലോറിയലിന്റെ ഹെയർ സിറം ആണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്തിട്ട് ഞാനൊന്ന് ഹെയർ ഡ്രൈ ചെയ്യും. അപ്പൊ ഞാൻ ഹെയർ ഡ്രയർ ഇട്ടാണ് ഡ്രൈ ചെയ്യുന്നത്. ഒരു 80% ഞാൻ അപ്പൊ ഡ്രൈ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നനഞ്ഞ മുടി വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടും. അപ്പൊ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യണം. ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ ചൂട് ഡ്രയർ യൂസ് ചെയ്യരുത്. കൂളായിട്ടുള്ള നമ്മൾ സാധാരണ തണുത്ത ഇത് കാണും നമ്മളെ ഹെയർ ഡ്രൈ ചെയ്യുന്നത്. 2 ടെമ്പറേച്ചർ ആണ്. കൂൾ ടെമ്പറേച്ചർ വെച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്യുക. ലോ സ്പീഡിലുള്ളത് വെച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്യുക. ഒരു 80% മാത്രം ഡ്രൈ ചെയ്താൽ മതി. ബാക്കി 20% നോർമലി പോകും. പിന്നെ രാത്രി കിടക്കുമ്പോൾ എപ്പോഴും ഹെയർ ടൈ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വലിച്ചു കെട്ടരുത് കേട്ടോ. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടും ടൈ ചെയ്യുമ്പോഴത്തേക്ക് തോർത്ത് നന്നായിട്ട് വലിച്ചു കെട്ടരുത്. നമുക്ക് ബോൾ സ്പോട്ട് വരും. ഇവിടെ നമുക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കുളിച്ച് കഴിഞ്ഞ ഉടനെ മുടി ചീപ്പിട്ട് കോതരുത്. കാരണം അങ്ങനെ കേളി ഹെയറുടെ കാര്യമാണ്. തിൻ ഹെയർ നോർമൽ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചീപ്പിട്ട് കോതരുത്. കോതി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ മാക്സിമം പില്ലോ കേസ് ടവൽസ് ഒക്കെ 2 ദിവസത്തിലൊരിക്കൽ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ കോമ്പ്, പിന്നെ നിങ്ങളുടെ കോമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരുപാട് ഹെയർ പ്രോഡക്റ്റ് നമ്മളിപ്പം ബാക്കിയെല്ലാം നമ്മൾ ജന്മത്ത് ക്ലീൻ ചെയ്യാത്ത സാധനമാണ് സോപ്പ്, നമ്മളെ ബ്രഷുകൾ, ഹെയർ ബ്രഷുകൾ. അപ്പൊ എനിക്കുണ്ടാകും, ഞാനും ചിലപ്പോൾ മറന്നൊക്കെ പോകും. പക്ഷെ മാക്സിമം ഞാൻ എന്നാലും ഞാൻ ഓർത്തോർത്ത് വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കും. ഹെയർ ബ്രഷ് കുറച്ച് ചൂടുവെള്ളത്തിലോ നമ്മുടെ സാധാരണ ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രഷ് ഒന്ന് ക്ലീൻ ആവും. കാരണം ബ്രഷിനകത്ത് അഴുക്കിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് മുടി കഴുകുന്നതുകൊണ്ട് ഉപയോഗമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ ഹെയർ വാഷ് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളുടെ മുടിയിൽ എപ്പോഴും അഴുക്കുണ്ടോ അപ്പൊ വാഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് റൊട്ടീൻ ഒന്നും വെക്കരുത്. നിങ്ങളുടെ മുടിയിൽ അഴുക്കുണ്ടോ കഴുകുക. അത് ഇന്ന് അഴുക്കുണ്ട്, നാളെ അഴുക്കുണ്ടെങ്കിൽ മറ്റന്നാൾ അഴുക്കുണ്ടെങ്കിൽ ഈ ദിവസം കഴുകുക. അതല്ല ഓൾട്ടർനേറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഗ്രീസിനെസ് അഴുക്കും തോന്നില്ലെങ്കിൽ കഴുകേണ്ട, കുഴപ്പമില്ല. അതനുസരിച്ച് ശ്രദ്ധിക്കാം. പിന്നെ മുടി നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെയർ ലോസ് വരുന്നതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈക്കാട് കൊടുക്കുക, അതൊന്ന് കണ്ടു വെക്കാം. ഇപ്പൊ ഓയിലി സ്കാൽപ്പും പിന്നെ ഡ്രൈ ഹെയറും വെച്ചിട്ട് എങ്ങനെ ഹെയർ വാഷ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. ഓയിലി സ്കാൽപ്പ് എങ്ങനെ മാറ്റാം, നമ്മുടെ ഹെയറിന്റെ ലെങ്തിൽ എങ്ങനെ ഡ്രൈനെസ് മാറ്റാന്നൊക്കെ മനസ്സിലായല്ലോ. പിന്നെ പ്രോപ്പറായിട്ട് എങ്ങനെ ഹെയർ വാഷ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതല്ല എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ബോക്സിൽ വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സാനിയ. ടാറ്റാ.